കാക്കനാട് 7 അടിയോളം വലിപ്പമുള്ള ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിൽ കുഴിക്കാട്ടുമല ജംഗ്ഷന് സമീപത്തുള്ള വീടിന്റെ ചെടികൾക്കിടയിലായിരുന്നു ഈ മലമ്പാമ്പ്. ഇപ്പോൾ ഈ പാമ്പുകൾ വീട്ടിലേക്ക് കയറി വരാനുള്ള മെയിൻ കാരണം നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റുകൾ നമ്മൾ ആ കോമ്പൗണ്ടിൽ തന്നെ ഇടണോണ്ടിട്ടാണ് കൂടുതലും. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എലി വരും, എലിയുടെ മോഷൻ, ആ മോഷൻ്റെ സെൻസ് ചെയ്തിട്ടാണ് പാമ്പുകൾ കൂടുതലും അകത്ത് വരുന്നത്. ഇപ്പം നമുക്ക് മഴക്കാലമാണ്, മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ പാടമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ സാധനം കൂടുതലും കാണപ്പെടുന്നുണ്ട്. ഇപ്പം എല്ലാ അണലി പ്രസവിച്ച് കുഞ്ഞിറങ്ങുന്ന ടൈമാണ്, മൂർക്കൻ മുട്ട വിരിഞ്ഞ് കുഞ്ഞിറങ്ങുന്ന സമയമാണ്. സ്നേക് റെസ്ക്യൂ ടീമിനെ വിവരമറിയിച്ചു. അവർ വന്നാണ് ഈ ഒരു മലമ്പാമ്പിനെ പിടികൂടിയത്. ഇവർ മലമ്പാമ്പിനെ പിടികൂടുക മാത്രമല്ല ചെയ്തത്. ഈ മലമ്പാമ്പ് അല്ലെങ്കിൽ മറ്റുള്ള വിഷമുള്ള പാമ്പുകളൊക്കെ നമ്മളുടെ വീടുകളിലും വാഹനങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ഇവരെ ബന്ധപ്പെടേണ്ട നമ്പറുകൾ, അതുകൂടാതെ ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിൽ പാമ്പുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നൽകിയാണ് അവർ മടങ്ങിയത്. ഇത് മലമ്പാമ്പാണ്, പൈത്തനാണ്. ഇപ്പം നമുക്ക് മഴക്കാലമാണ്, മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ പാടമുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ സാധനം കൂടുതലും കാണപ്പെടുന്നുണ്ട്. സാധനം കൂടുതലാണിത്. ഇപ്പോൾ വിരിഞ്ഞിറങ്ങുന്ന ടൈമാണ്. അണലി, മൂർക്കൻ, മലമ്പാമ്പ്, ഇത് മൂന്നും വിരിഞ്ഞിറങ്ങുന്ന ടൈമാണ്. ഞങ്ങൾ സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പിൽ നമുക്ക് കോള് വരും. ഇവിടെ കാക്കനാട് എനിക്ക് സാധിക്കനും പുതിയൊരു വത്സഞ്ചേട്ടനുമാണ് വരുന്ന കോള്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് സർപ്പ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ആ ആപ്പിൽ നമ്മുടെ നമ്പറുകളുണ്ട്. റെസ്ക്യൂർമാർ, അടുത്തുള്ള റെസ്ക്യൂർമാരുടെ നമ്പറുകൾ ഉണ്ടാവും അതിൽ. അത് ആർക്ക് വേണമെങ്കിലും എവിടെ ഏത് ജില്ലയിൽ പോയാലും ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്നേക്കിൻ്റെ ഫോട്ടോ എടുക്കാൻ പറയും. ആ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ലൊക്കേഷനും കോൺടാക്ട് ചെയ്യുന്ന നമ്പറും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് തന്നെ റെസ്ക്യൂർമാരുടെ നമ്പറുകളുണ്ട്. മൂർക്കൻ പാമ്പൊക്കെ ആണെങ്കിലും നമ്മൾ റെസ്ക്യൂ ചെയ്യും. നമുക്ക് കോള് വന്നു കഴിഞ്ഞാൽ മാക്സിമം നേരത്തെ എത്താം. ആളുകളെ പാനിക്കാക്കാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി നേരത്തെ എത്തും എവിടെയായാലും. അപ്പം ഈ ഒരു സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാൻ പറ്റും. ഇപ്പൊ പാമ്പ് നമ്മുടെ വീടുകളുടെ അകത്തൊക്കെ ചില സമയങ്ങളിൽ കാണാറുണ്ട്, ഷൂറാക്കിൽ കാണാറുണ്ട്. അങ്ങനെയുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഈ പാമ്പുകൾ വീട്ടിലേക്ക് കയറി വരാനുള്ള മെയിൻ കാരണം നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റുകൾ നമ്മൾ ആ കോമ്പൗണ്ടിൽ തന്നെ ഇടണോണ്ടിട്ടാണ് കൂടുതലും. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എലി വരും, എലിയുടെ മോഷൻ, ആ മോഷൻ്റെ സെൻസ് ചെയ്തിട്ടാണ് പാമ്പുകൾ കൂടുതലും അകത്ത് വരുന്നത്. അപ്പോൾ പിന്നെ പാമ്പുകൾ കയറിയിരിക്കുന്നത്
മെയിനായിട്ട് ഈ ഷൂ റാക്ക്, ഷൂവിൻ്റെ ഉള്ളിൽ, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ, വണ്ടികളിൽ, ഇപ്പോൾ കൂടുതലും ഞങ്ങൾ എടുത്തേക്കുന്നത് വണ്ടികളുടെ ഉള്ളിൽ നിന്നാണ്. കൂടുതലും പൈത്തൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതലും റിസ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പരമാവധി ഫുഡ് വേസ്റ്റുകൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാത്ത രീതിയിൽ ഇതിനൊരു പാത്രത്തിനകത്താക്കി വെക്കുക. അത് മാത്രമേ ഉള്ളൂ വഴി. അല്ലാതെ നമ്മൾ ഇപ്പോൾ റോട്ടിൽ കാണുന്ന ഒരു പാമ്പിനെ ഞങ്ങളോട് റെസ്ക്യൂ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ റെസ്ക്യൂ ചെയ്യില്ല. നമ്മൾക്ക് അപകടകരമായിട്ടുള്ള രീതിയിൽ പാമ്പ് വന്ന് കയറി വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇതേപോലെ വണ്ടിയുടെ ഉള്ളിലോ കയറിയിരിക്കുന്നതിൽ മാത്രമാണ് നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കാട്ടിൽ കിടക്കുന്ന പാമ്പിനെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. പാമ്പുകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പരിസരം ശ്രദ്ധിക്കണം. പിന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ചെടികൾ, ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലേ ഈ പാമ്പ് ഇരുന്ന വശം നിങ്ങൾ കണ്ടില്ലേ, ഈ ചെടിയോട് ചേർന്നാണ് ഇവിടെ ഇരുന്നത്. അതാണ് ഇവിടെ വെട്ടമൊന്നുമില്ല. ഇപ്പം ആ ഒരു ആളാണ് കണ്ടത്. അപ്പം അത് കാണാതിരുന്നെങ്കിൽ ഈ പാമ്പ് ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയേനെ. അപ്പം അതൊക്കെ മെയിനാണ്. നമ്മൾ ചെടികളൊക്കെ നമുക്ക് ഏറ്റവും വലിയ ആപത്ത്. ചെടിയുടെ ഇടയിലൊക്കെ വലിയ പാമ്പുകളും മൂർക്കനും കോമൺ ആയിട്ട്, അതായത് വെള്ളിക്കെട്ടൻ, അണലി, ഇതൊക്കെ കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം എല്ലാ അണലി പ്രസവിച്ച് കുഞ്ഞിറങ്ങുന്ന ടൈമാണ്, മൂർക്കൻ മുട്ട വിരിഞ്ഞ് കുഞ്ഞിറങ്ങുന്ന സമയമാണ്. അങ്ങനെ എല്ലാ പാമ്പുകളും. അപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലും മഴക്കാലമാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്ക് ബൈറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കോൺടാക്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ രണ്ടുപേരെ നമ്പർ ഇപ്പോൾ ഞങ്ങൾ തരാം. എൻ്റെ നമ്പർ 88 48 55 84 91. അപ്പോൾ ഇത് സാദിഖിക്കയുടെ നമ്പർ. സാദിഖിയുടെ നമ്പർ 9526665970. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഏത് സമയത്തും. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നല്ല, നിങ്ങൾ ഏത് ജില്ലയിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് അവിടെ ആളെ അറേഞ്ച് ചെയ്ത് തരും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാർ ഇട്ടിട്ടില്ല, ഈ കാർ ഇട്ടേക്കണത് തൊട്ടടുത്ത് കാടാണ്. ഈ കാറിൻ്റെ ഗ്യാപ്പിൽ നിങ്ങളിപ്പോൾ കാറോട് ചേർത്താണ് നിങ്ങൾ വണ്ടി ഇട്ടേക്കണത്. നിങ്ങൾ രാവിലെ വന്ന് ആരായാലും ഞാനായാലും പോലും സാധാരണ വന്നിട്ട് വണ്ടി നേരെ സ്റ്റാർട്ട് ചെയ്തിട്ട് സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഒന്ന് വണ്ടി എടുക്കാറ്. നേരെ വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തോണ്ട് പോക്ക്. അപ്പോൾ സാധാരണ നമ്മൾ എവിടെ പോയാലും ഇപ്പം എനിക്കൊരു 4-5 കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബൈക്കിൻ്റെ അകത്തുനിന്നും അതേപോലെ കാറിൻ്റെ അകത്തുനിന്നൊക്കെയാണ് നമ്മൾ റിസ്ക് ചെയ്തേക്കണം. കാരണം ഇതേപോലെ കാറിന് അലക്ഷ്യമായിട്ട് വണ്ടി കൊണ്ട് ഒരു സൈഡിലാണ് ഒതുക്കിയിടുന്നത്. എല്ലാവരും ഈ സ്പേസ് കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാറിൻ്റെ സൈഡിലേക്കാണ് വണ്ടി ഒതുക്കിയിടുന്നത്. അപ്പോൾ ആ സൈഡിൽ ഒതുക്കാൻ നേരത്ത് വീലിൻ്റെ ഗ്യാപ്പിലോ അല്ലെങ്കിൽ വണ്ടിയുടെ അകത്തേക്കോ കയറി ബോർഡറ്റിൻ്റെ അകത്ത് വരെ ഇരുന്നിട്ടുണ്ട്. മൂർഖൻ്റെ കുഞ്ഞിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വായനശാലയിൽ നിന്ന് ഞാൻ റെസ്ക്യൂ ചെയ്ത് വണ്ടിയുടെ അകത്തുനിന്നായിരുന്നു. സ്വിഫ്റ്റ് ഡിസയറിൻ്റെ അകത്തുനിന്നാണ് റെസ്ക്യൂ ചെയ്തത്. ഒരു ഇത്തിരി അധികം സമയമെടുത്ത്. അതേപോലെ തന്നെ ഇൻഫോ പാർക്കിൽ തന്നെ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് അവർ ജിമ്മിൽ പോയതാണ്. റിട്ടേൺ വന്നപ്പോൾ താക്കോലിൻ്റെ അവിടെയാണ് പാമ്പ് പൊങ്ങി വന്നത്. അവിടെ നിന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ അകത്താണ്, മനസ്സിലായോ? അപ്പം തന്നെ അവർ പാനിക്കായിപ്പോയി. എന്താ ചെയ്യേണ്ടത്? അയക്ക കണ്ടപ്പോൾ തന്നെ കൊച്ചിനോട് ചാടാൻ പറഞ്ഞ് പതുക്കെ വണ്ടി സ്ലോ ചെയ്തിട്ടാണ് പിന്നെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. വേറെ നിങ്ങൾ സ്നേക്കിനെ കാണണമെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യരുത് ഒരു കാരണവശാലും. നിങ്ങൾ അതിന് തൊടാനേ നിൽക്കരുത്. നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കാം. ഇന്ന സ്ഥലത്താണ് സ്നേക്കിനെ കണ്ടത്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ഇന്ന സ്ഥലത്ത് കണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പരിസരം വിട്ട് പോകരുത്, അവിടെ തന്നെ നിൽക്കണം. സാധാരണ ആൾക്കാർ വിളിച്ചിട്ട് ചേട്ടാ ഇവിടെ സ്നേക്കിനെ കണ്ട്, ഞങ്ങൾ പോണ വഴിയാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വരുമ്പോഴത്തേക്ക് ആളില്ലെങ്കിൽ നമ്മൾ എവിടെ കണ്ടേന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ എവിടെ കണ്ടാലും നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ അടുത്ത് ഇന്ന സ്ഥലത്താണ് സ്നേക്ക് കയറിപ്പോയി കണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഞാനുണ്ടായിരുന്നു.